മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ കൊതിയുണ്ടോ നിങ്ങളുടെ മനസ്സിൽ? മുത്തുനബിയെ കാണാൻ കൊതിയുണ്ടോ? ഈമാനുള്ള ഏത് മനുഷ്യനാണല്ലേ ഹബീബിനെ കാണാൻ കൊതിയില്ലാത്തത്? അതിന് മനോഹരമായി ആപ്റ്റായ ഒരു സ്വലാത്ത് ഞാനൊന്ന് പഠിപ്പിച്ചു തരാം. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ടെൻഷൻ മാറാൻ, സങ്കടങ്ങൾ നീങ്ങാൻ, സിഹർ, കണ്ണേറ് പോലെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളെ മാറ്റിക്കളയാൻ പറ്റുന്ന അതിവിശിഷ്ടമായൊരു സ്വലാത്ത് 3 തവണ ഡെയിലി ചൊല്ലിയാൽ മതി. നമ്മുടെ ജീവിതം മാറി മറിയും. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമന്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിന്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളെല്ലാം ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹ് മാറ്റിത്തരട്ടെ. മുത്ത് ഹബീബിനെ കാണാൻ കൊതിയില്ലാത്ത ആരാണുള്ളത്? ഈമാനുള്ള എല്ലാവർക്കും കൊതിയില്ലേ? ഇന്ന് പ്രത്യേകിച്ച് കടന്നു വരുന്നത് തിങ്കളാഴ്ച രാവാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് കൊണ്ട് ഏറ്റവും മനോഹരമാക്കേണ്ട നിമിഷങ്ങളാണ് ഇതൊക്കെ, അല്ലേ? സ്വലാത്ത് ധാരാളം ചൊല്ലണ്ടേ? അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമാ ലഹ നജ്മുൻ ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി. സ്വലാത്ത് വല്ലാത്തൊരു ആയുധാണെന്ന്, അല്ലേ? ആ സ്വലാത്തിൽപ്പെട്ട വല്ലാത്തൊരു സ്വലാത്ത് നമ്മളിന്ന് പഠിക്കണം. നമ്മുടെ ചാനലിൽ ഡെയിലി സ്വലാത്തുകൾ, ആയാത്തുകൾ, ദിക്റുകൾ ഒക്കെ ഇങ്ങനെ പഠിക്കുന്ന പലരുണ്ട്. ഒരു മരുന്ന് കഴിക്കുന്നത് പോലെ രാവിലെയും വൈകുന്നേരവും നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നവരുണ്ട്. അതിലൂടെ അത് കണ്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സമാധാനം ഇല്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. സ്വബാഉൽ ഖൈറിനെ കുറിച്ച്, മസാഉൽ ഖൈറിനെ കുറിച്ചൊക്കെ നേരിട്ട് കാണുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ നല്ല സന്തോഷ വർത്തമാനം അറിയിക്കുന്നവരുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരം മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. പലരും മുത്ത് ഹബീബിനെ കാണാൻ കൊതിച്ചോരാ, അല്ലേ? പലരും കണ്ടിട്ടുണ്ട്. നമുക്കും കാണണ്ടേ ഹബീബിനെ? ഹബീബിനെ കാണാത്ത കണ്ണെന്തിനാ, അല്ലേ? ആ കണ്ണുകൊണ്ട് എന്ത് കാര്യമുള്ളത്? നാളെ പരലോകത്ത് എന്തിങ്ങനെ നിൽക്കുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദിന്റെ കരയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന ഒരവസ്ഥ, എന്തൊരു അപകടമാണ് അതൊക്കെ. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി ഒരു മദീന പള്ളിയിലേക്ക് ഓടി വന്നിങ്ങനെ എത്തി നോക്കിയിട്ട് തിരിച്ചു നടക്കും. എന്താ അബൂബക്കറെ ചെയ്യുന്നത്? ഒന്നുമില്ല നബിയെ, കാണാൻ കൊതിയായിട്ടാണ്, വീട്ടിലിരിക്കാൻ പറ്റണില്ലേ, അങ്ങയെ കാണാൻ കൊതിയായിട്ട് ഓടി വന്നതാണ് യാ റസൂലല്ലാഹ്. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാന്മാരൊക്കെ അങ്ങനെ കണ്ടവരല്ലേ? ഇവര് മുത്തരിഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവിടുന്ന് ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന മഹാനായിരുന്നു. ഒരിക്കലിങ്ങനെ ഒരു ക്ഷീണത്തിൽ സ്വലാത്ത് എല്ലാം മറന്നുപോയി, ഉറക്കത്തിൽ പെട്ടുപോയി. ആ ഉറക്കത്തിൽ ഇങ്ങനെ മുത്തിനെ സ്വപ്നത്തിൽ കാണാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളെ കണ്ടു. ആ സ്വലാത്ത് ചൊല്ലുന്ന മുഖം ഞാനൊന്ന് ചുംബിക്കട്ടെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തരിഫ് റളിയല്ലാഹുവിന്റെ കവളത്തിങ്ങനെ ചുംബിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവിടുന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. ആ ഞെട്ടി എഴുന്നേറ്റ സമയത്ത് വല്ലാത്തൊരു സുഗന്ധം ആ റൂമിൽ. അവിടുത്തെ ഭാര്യ പറയുന്നത് 8 ദിവസത്തോളം ആ സുഗന്ധം ആ മുറിയിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്ന ഹബീബിന്റെ മനോഹരമായ ഗന്ധം. ആ ഹബീബിനെ നമുക്കൊന്ന് കാണണ്ടേ? അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എത്ര ഭാഗ്യമുള്ള ആളുകളാണല്ലേ കണ്ടുപോയവര്, അല്ലേ? ഈ ഇരിക്കുന്ന നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ട്, നമ്മളിൽ പലരും കണ്ടവരുണ്ട്. വീണ്ടും കാണാൻ, ആ കണ്ട കാഴ്ച അത് ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ, ഹബീബാൽ അനുധാവനം ചെയ്യാൻ, അല്ലെ? ഹബീബിനെ അനുധാവനം ചെയ്യാൻ, ഹബീബാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടാൻ, മരിക്കുമ്പോൾ അതിങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമ്മുടെ കുഞ്ഞുമക്കളിൽ പലരും കണ്ടിട്ടുണ്ട്, അല്ലേ? അള്ളാഹു ഇനിയും അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഇബ്നു അജീബ തങ്ങൾ പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നവരെ 3 രൂപത്തിൽ തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ഉറക്കത്തിലും ഉണർവിലും കാണുന്നവർ, അതായത് സ്വപ്നത്തിലും കാണും, യഖ്ളത്തിലും കാണും. യഖ്ളത്തിൽ കാണാന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ യമനികളായ ആളുകളെ കുറിച്ച് പലരും പറയാറുണ്ട്. യമനിൽ ദാറുൽ മുസ്തഫയൊക്കെ നിൽക്കുന്ന ആ ഭാഗത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയും,
നിങ്ങളിതുവരെ സ്വപ്നത്തിൽ കണ്ടില്ലേ? ഞങ്ങളൊക്കെ ഇങ്ങനെ നേരിട്ട് കാണാൻ കാത്തുകയാണെന്ന്. സ്വപ്നത്തിലെങ്കിലും കാണണ്ട ഹബീബിനെ. എന്നാൽ ഇബ്നു അജീബ് തങ്ങൾ പറയണം, ഒരു വിഭാഗം അവർ നേരിട്ടും കാണും, സ്വപ്നത്തിലും കാണും. മറ്റൊരു വിഭാഗം എങ്ങനെയാണ്? അവരവര് സ്വപ്നത്തിൽ മാത്രം കാണുന്നവരാണ്, സ്വപ്നത്തിൽ കാണും. മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ട്, ഒരു സെക്കൻഡ് പോലും മായാതെ അവരുടെ മുമ്പിൽ മുത്തുനബി ഇങ്ങനെ ഉണ്ടാവും. അവരുടെ നോട്ടം മദീനയിലേക്കാ, ഖൽബ് മദീനയിലാ, ഹബീബിനെ കണ്ടുകൊണ്ടേയിരിക്കുന്നവർ. അതല്ലേ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അവിടുന്ന് പാടാണ്, യാ സയ്യിദ സാദാതി ജിഅതുക ഖാസിദാ അർജൂ റിളാക വ അഹ്തമി ബിഹിമാക. രാജാക്കന്മാരുടെ രാജാവായ നബിയെ, ജിഅതുക ഖാസിദാ അർജൂ റിളാക, എനിക്ക് അങ്ങയുടെ തൃപ്തിയാണ് വേണ്ടത് നബിയെ. നേരിട്ട് അങ്ങോട്ട് പറയാണ് മുത്തുനബിയോട് റൗദയിൽ ചെന്നിട്ട്. എപ്പോഴും ഹബീബിനെ ഇങ്ങനെ മുമ്പിൽ കാണുന്നവർ, ഇങ്ങനെ 3 വിഭാഗം ഉണ്ടെന്ന്. ഹബീബിനെ കനവിലെങ്കിലും കാണുന്നവരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബീഉൽ അവ്വൽ വരുന്നതിന് മുമ്പ് ഈ കാണലിനെ ഏറ്റവും ഭംഗിയാക്കുന്ന, ആ കാണാനുള്ള സഹായം എന്താണ്? സ്വലാത്ത് ധാരാളം ചെല്ലാണ്. നമ്മൾ കാണാൻ സഹായിക്കുന്ന മാധ്യമം സ്വലാത്ത് തന്നെയാണ്. സ്വലാത്തുള്ളവർക്കേ കാണാൻ പറ്റൂ. സ്വലാത്തിനോടൊരു പ്രണയം, വല്ലാത്ത പ്രണയം. വെറുതെ സ്വലാത്ത് ചൊല്ലിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഹറാമുകൾ മാറ്റി വെക്കണം. ഹറാമ് കണ്ട കണ്ണുകൊണ്ട് എൻ്റെ ഹബീബിനെ കാണാൻ പറ്റുമോ? മുത്തുനബി കാരുണ്യവാന്മാരിൽപ്പെട്ട ഏറ്റവും ഉത്കൃഷ്ടരാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഊഫുർ റഹീമാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത് അല്ലേ? അള്ളാന്റെ പേര് മുത്തുനബിക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അത്രത്തോളം ബഹുമാനിക്കുകയാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. റഊഫാണ്, റഹീമാണ്. അർത്ഥത്തിൽ അന്തരം വരും. അള്ളാഹുവിൻ്റെത് അത് ഒരാളും സൃഷ്ടിച്ചു കൊടുത്തതല്ല, സ്ഥിരമായുള്ളതാണ്. അവൻ അങ്ങനെ തന്നെയാണ്, അതിന് തുടക്കം കൊടുക്കൊന്നുമില്ല. മുത്തുനബിക്ക് അള്ളാഹ് കൊടുത്തതാണ്. റഊഫാണ്, റഹീമാണ്. അതുപോലൊരു സൃഷ്ടി വേറെയുണ്ടോ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കേൾവി, ഹറാമ് കേൾക്കുന്നവരാകരുത്, ഹറാമ് കാണുന്നവരാകരുത്, ഹറാമ് കഴിക്കുന്നവരാകരുത്. ഹറാമായ സ്നേഹം ഉണ്ടാകാൻ പാടില്ല അല്ലെ? ഇതിൽ നിന്നൊക്കെ പരിശുദ്ധമായി ഖൽബ് മുത്തുനബിയിലേക്ക് തിരിച്ച് അദമ്യമായ മുഹബ്ബത്ത്. മുത്തിനെ കാണാതെ പനി വന്ന സ്വഹാബത്തുണ്ട്, ഹബീബിനെ കാണാതെ പനി വന്നവർ. നാളെ പരലോകത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ റസൂലുള്ളാഹി സ്വർഗത്തിൽ എവിടെയോ ഉന്നതങ്ങളിലായിരിക്കും. ഞാൻ സ്വർഗത്തിൽ കടന്നാൽ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിലായിരിക്കുമെന്നോർത്ത് പനി പിടിച്ച് മെലിഞ്ഞൊട്ടിപ്പോയ സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹു. അതെന്തൊരു മഹബ്ബത്താണ്, എന്തൊരു മഹബ്ബത്താണ്. മഹാനായ സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഖൈലൂലത്തുറങ്ങാണ്. ഖൈലൂലത്ത് എന്ന് പറഞ്ഞാൽ ളുഹറിന് മുമ്പായി കൊണ്ട് രാത്രിയിൽ നിന്ന് നിസ്കരിച്ചവർക്ക്, രാത്രിയിൽ ഇബാദത്ത് ചെയ്തവർക്ക് പ്രത്യേകം സുന്നത്തുള്ളൊരു ഉറക്കാണ്. അപ്പോൾ ആ ഉറങ്ങാണ് സയ്യിദുനാ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അപ്പോൾ സ്വപ്നത്തിൽ കാണുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹബീബായ തങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, ജനങ്ങളോട് അഭിമുഖീകരിച്ച് സംസാരിക്കാത്തത് എന്താ? ജീലാനി തങ്ങൾ ആദ്യം അങ്ങനെ അഭിമുഖീകരിച്ച് സംസാരിച്ചിരുന്നില്ല. ജനങ്ങളെ ഫേസ് ചെയ്ത് സംസാരിക്കാത്തത് എന്താ? അപ്പോ ജീലാനി തങ്ങൾ പറയുന്നുണ്ട്, യാ സയ്യിദി യാ റസൂലല്ലാഹ്, എൻ്റെ വല്ലുപ്പയായ നബിയെ, അങ്ങേക്കറിയാലോ ഞാനൊരു നാടൻ അറബി, അങ്ങനെ തന്നെ സംസാര അറബി പറയുന്ന ആളാണ്. പക്ഷെ ഇവിടെ കേൾക്കാനിരിക്കുന്ന ആളുകളൊക്കെ വലിയ സാഹിത്യ മേഖലയിൽ വലിയ വലിയ ഔന്നിത്യമുള്ളവരാണ്. അവരുടെ മുമ്പിൽ പോയി സംസാരിക്കാൻ പറ്റണില്ല. വാതുറക്കാൻ പറയാൻ അവരുടെ വായയിൽ തുപ്പിക്കൊടുത്തോവർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വായിലേക്ക് അവിടുത്തെ ഉമിനീര് ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കാൻ 7 തവണ ഉമിനീര് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ജീലാനി തങ്ങളുടെ വായിലേക്ക് ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇനി ജനങ്ങളെ ക്ഷണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ളുഹർ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ജീലാനി തങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കണം. അവിടെ നിന്ന് തന്നെ അത്ഭുതപ്പെട്ടുവാണ്. ഇത്ര സ്ഫുടമായ അറബി, ഇത്ര സ്ഫുടമായ ഒരു സാഹിത്യ ഭാഷ പറയാൻ എനിക്ക് എങ്ങനെ കഴിയുന്നു? വല്ലാതെ പേടിച്ചുപോയി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ. അങ്ങനെ മഹാനവറുകൾ വിശ്രമിക്കുമ്പോൾ സ്വപ്നത്തിൽ കാണാണ് സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ. അലിയാർ തങ്ങളോട് പറഞ്ഞു, ഞാനിങ്ങനെ എന്നെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് സംസാരിക്കാൻ പ്രയാസമായപ്പോൾ മുത്തുനബി തങ്ങൾ എൻ്റെ വായിലേക്ക് 7 തവണ തുപ്പിത്തന്നു. ഞാൻ സംസാരിച്ചു, പക്ഷെ എനിക്ക് ഭയം വിട്ടുമാറണില്ല. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. വീണ്ടും വായ തുറക്കാൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു 6 തവണ ജീലാനി തങ്ങളുടെ വായിലേക്ക് ഉമിനീര് ഇങ്ങനെ ഇറ്റിച്ചു കൊടുക്കാൻ. അപ്പൊ ചോദിക്കുന്നുണ്ട്, മുത്തുനബി 7 തവണയല്ലേ ഉമിനീരന്റെ വായിലേക്ക് ഇറ്റിച്ചത്, നിങ്ങൾ എന്തേ 6 തവണയാക്കിയത്? അതെന്റെ ഹബീബിനെ ബഹുമാനിച്ചുകൊണ്ടാണ്. സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവിടെ മുതൽ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അപ്പൊ നമ്മൾ പരമാവധി സുന്നത്തുകൾ അനുധാവനം ചെയ്യുക, ധാരാളം സ്വലാത്ത് ചൊല്ലുക അല്ലേ? സുന്നത്തുകൾ പരമാവധി, സുന്നത്തിനോടൊരു പ്രണയം വേണം, ഒരു സ്നേഹം വേണം. ഒരു കടത്തഴിക്കൽ പോലെ നബി ചെയ്ത് നമ്മൾ ചെയ്യണം, അങ്ങനല്ല. റസൂലുള്ള ചെയ്തതിനോട് പോലും വല്ലാത്ത സ്നേഹം.
റസൂലുള്ള ചെയ്ത കാര്യങ്ങളോട് വല്ലാത്ത താല്പര്യം. അതുപോലെ തന്നെ മുത്തുനബിയെ കാണാനുള്ളൊരു ഉപാധിയാണ് സ്വതക്ക, ധാരാളം പാവപ്പെട്ടവരെ പരിഗണിക്കുക. അതെൻ്റെ ഹബീബ് അവിടത്തേക്കൊന്നും മാറ്റി വെച്ചിട്ടില്ല, അവിടത്തേക്ക് ഉണ്ടായത് പോലും പാവങ്ങൾക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. പാവപ്പെട്ടവരോടൊപ്പം ജീവിക്കാൻ ഇഷ്ടപ്പെട്ട മുത്തുനബിയാണ് നമ്മുടെ ഹബീബ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തിങ്കളാഴ്ച രാവ് വരുമ്പോൾ, വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ, ഇങ്ങനെയുള്ള മഹത്വങ്ങളേറിയ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ധാരാളം സ്വതക്ക ചെയ്യുക, പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു അതിയായ ആഗ്രഹം അള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കുക, പടച്ചോനെ എൻ്റെ ഹബീബിനെ കാണണമല്ല, ഹബീബായ തങ്ങളെ കാണണമല്ല. നിരന്തരം ഒരു വല്ലാത്ത ആഗ്രഹം മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. ആഗ്രഹമില്ലാത്തവരെയൊന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാൻ വരൂലല്ലോ. ആഗ്രഹമുള്ളവർക്കല്ലേ അതിനുള്ള അവസരം കിട്ടുക. ആഗ്രഹമുള്ളവരാണ് അത് അടയാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം ഓടുക. മനസ്സിലാവുന്നുണ്ട്? എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഇരിക്കണം, ബിരിയാണിൻ്റെ മുമ്പിൽ വരൂല. ബിരിയാണി കിട്ടാനുള്ള പണി ഞാൻ എടുക്കണം. എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാകണം മുത്തുനബിയെ കാണാൻ. ആഗ്രഹമുണ്ടായിരിക്കെ കാണാനുള്ള പണി ഞാൻ എടുക്കണം. അതിൽ ഏറ്റവും വലിയതാണ് അസ്വലാത്തു അലൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ധാരാളം ഇങ്ങനെ ചൊല്ലുക. സ്വലാത്ത് കൊണ്ട് ഇങ്ങനെ ജോലിയാവുക. നിരന്തരം സ്വലാത്തിലായി ജീവിക്കുക. ആ സ്വലാത്ത് കൊണ്ട് കാണാൻ പറ്റും ഹബീബിനെ. അതിൽപ്പെട്ട അതിവിശിഷ്ടമായൊരു സ്വലാത്ത്. ആ സ്വലാത്ത് നമുക്ക് ഏറെ സുപരിചിതമാണ്. ഡെയിലി ഒരു 3 തവണ സുബഹ് നിസ്കാര ശേഷം പതിവാക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ കിടക്കുന്നതിന് മുൻപ് പതിവാക്കാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. സിഹറുകൾ, കണ്ണേറുകൾ, മാരക രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ മാറാൻ ഈ സ്വലാത്ത് 4444 തവണ നേർച്ചയാക്കി ചൊല്ലിയാലും മതി എന്ന് ഇമാം ഖുർത്തുബി തങ്ങൾ പഠിപ്പിക്കുന്ന സ്വലാത്താണ്. ഏതാണ് ആ സ്വലാത്ത് എന്ന് ഇപ്പം എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ. ആ സ്വലാത്ത് കൊണ്ട് മുത്തുനബിയെ കാണും, നമ്മൾ ഹബീബിനെ കാണും. ഒരു 3 തവണ ഡെയിലി നമുക്ക് പതിവാക്കാൻ പറ്റൂലേ? അതിലേറെ പറ്റുന്നവരുണ്ട്, അൽഹംദുലില്ലാ. ഏതായാലും 3 തവണ നമുക്കൊരുമിച്ചൊന്ന് ആ സ്വലാത്തു നാരിയ നമുക്കൊന്ന് ചൊല്ലാം. തീ കരിച്ചു കളയുന്നത് പോലെ അത്ര വേഗതയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചിരുന്ന സ്വലാത്താണ്. അതുകൊണ്ടാണ് ആ സ്വലാത്തിന് ആ പേര്. പലതവണ നമ്മൾ പറഞ്ഞ സ്വലാത്തിൻ്റെ മഹത്വമാണ്. പക്ഷേ സ്വലാത്ത് നിരന്തരം ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് പതിവാക്കേണ്ട ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത്. മനസ്സറിഞ്ഞൊരു 3 തവണ ചൊല്ലിക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിനാ മുഹമ്മദ് الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഈ സ്വലാത്ത് ഇങ്ങനെ ദിനേന എന്നോണ്ട് ഒരു 3 തവണയെങ്കിലും പതിവാക്കുക. നമ്മുടെ ജീവിതം മാറി മുത്ത് ഹബീബിനെ കാണാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ ചോദ്യം, യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യയായില്ലേ സലീഹ ബീവി റളിയല്ലാഹു അൻഹ. സലീഹ ബീവിയുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ പേരെന്തായിരുന്നു? ആ രാജാവിൻ്റെ പേരെന്തായിരുന്നു? കമന്റ് ചെയ്യാം. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ.
നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ലല്ല. മുത്തായ തങ്ങളെ കാണാതെ മരിപ്പിക്കല്ലേ അല്ല. നാളെ മഹ്ശറിലും കൺകുളിർമയോടെ ഹബീബിനെ കാണാനും ഹബീബിനോടൊപ്പം ഇരിക്കാനും അവിടുത്തെ സദസ്സിലൊരു അംഗമാകാനും ഏതെങ്കിലും വിദൂര ദിക്കിലിരുന്നിട്ടാണെങ്കിലും ഹബീബിനെ കാണാനുള്ള തൗഫീക്ക് നീ നൽകണയല്ല. ഹബീബായ തങ്ങളാൽ മഹബത്ത് വെക്കപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. യാ റബ്ബന, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളെല്ലാം ഹാസിലാക്കണയല്ല, സങ്കടങ്ങളെല്ലാം അകറ്റണയല്ല, പൊന്നുമക്കളെ നേർവഴിയിലാക്കണയല്ല, എല്ലാ മേഖലകളിലും ഉന്നത വിജയം നൽകണയല്ല, നല്ല ഹൈറായ ഇടങ്ങളിൽ അഡ്മിഷൻ തരണയല്ല, പരീക്ഷകളിൽ വിജയം നൽകണയല്ല. യാ റബ്ബന, അസുഖബാധിതർക്ക് പരിപൂർണ്ണ സൗഖ്യം നൽകണയല്ല. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകൾ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണയല്ല. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണയല്ല. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈമാൻ സലാമത്താക്കണയല്ല. ഈ സബാഹുൽ ഖൈറിലും വൈകുന്നേരത്തെ മസാഉൽ ഖൈറിലും പങ്കെടുക്കുന്ന മറ്റു വീഡിയോസ് എല്ലാം കണ്ട് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പടച്ചവൻ ഈ സദസ്സുകളുടെ എല്ലാം പിന്നാലെ ഓടി നടക്കുന്ന, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ എല്ലാവരെയും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖദമിലായി നാളെ പരലോകത്ത് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.